അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് നമുക്ക് പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാം ദിനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. തറാവീഹ് നമസ്കാരവും എല്ലാം നമസ്കരിച്ച് റാഹത്ത് എന്നാണല്ലോ തറാവീഹ് എന്ന് പറഞ്ഞാൽ. റബ്ബഹ യുറബ്ബിഹ് തറാവീഹ് എന്ന് പറയുമ്പോൾ തന്നെ വിശ്രമം, റാഹത്ത് എന്നൊക്കെയാണ് അതിൻ്റെ പദാർത്ഥം. അതൊക്കെ വേറെ. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. ഈ സമയം നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിനോട് ഈ റമദാനിൻ്റെ മുഴുവൻ സമയങ്ങളിലും റമദാനിനെ രഹസ്യമായ ഒരു അമലെന്ന നിലയ്ക്ക് അതിൻ്റെ രഹസ്യം പൂർണ്ണമായും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ അമൽ പൂർത്തീകരിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. റമദാനിൻ്റെ മഹത്വത്തെക്കുറിച്ചല്ല. റമദാനിൻ്റെ മഹത്വങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴ് കുറച്ച് കാലങ്ങളായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ആളുകൾ പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് അത്തരം വിഷയത്തിലേക്കോ റമദാനിൻ്റെതായ വിഷയങ്ങളിലേക്കോ അല്ല ഞാനിപ്പോൾ പോകുന്നത്. എൻ്റെ കൽബ്, മനസ്സ് മരവിച്ചു പോയ മലയാളിയുടെ മനം നൊന്ത് മലയാളിയുടെ മനം മരവിച്ചു പോയ കുറേ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൈരളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുക എന്ന് പറയാൻ വയ്യ. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്തിൻ്റെ അടുത്ത് കല്ലാച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ കുറേ ആളുകളെ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ വളർത്തു, ഒരു പൊന്നാരമോൻ എന്ന് പറയാം, അങ്ങനെ ലാളിച്ചു വളർത്തിയ ഒരു മോനാണ്. ഒരു പൊന്നുമോൻ ശരിക്ക് അമ്മിപ്പുള്ളക്കല്ലുകൊണ്ട് തലക്കടിച്ച് വെല്ലുമ്പോൾ ഉൾപ്പെടെ പലരെയും കൊന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലതുമൊക്കെ നടക്കുന്നു. ഈ അടുത്ത കാലത്ത് ഈ സംഭവങ്ങൾ അധികരിച്ചു വരുന്നു. ഇത് അധികരിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം മയക്കുമരുന്നിന് അടിമകളായി മനുഷ്യൻ മാറുകയാണ്. ഇവിടെ ഞാൻ ഒരു വർണ്ണത്തെയോ ഒരു വർഗത്തെയോ ഒരു സമുദായത്തെയോ ഒരു ജാതിയെയോ അല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് മരവിപ്പിക്കും വിധം മനുഷ്യൻ്റെ മനസ്സ് പാറക്കല്ലിന് സമമായി കൊണ്ട് മാറുകയാണ്. ആ രീതിയിലേക്ക് മനുഷ്യൻ മാറുകയാണ്. മനുഷ്യൻ അധപ്പതിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും വന്യമൃഗങ്ങളെ കൊണ്ടുള്ള മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുക. പണ്ടൊന്നുമില്ലാത്ത അത്ര ആനയുടെ കൊലപാതകം, ആന കൊല്ലുക എന്നത് വളരെയേറെ കൂടുതലാണ്. പണ്ടൊക്കെ പൂരങ്ങൾക്ക് ധാരാളം ആനകൾ ഉണ്ട്. പണ്ട് പട്ടാമ്പി നേർച്ചയ്ക്ക് 70 ആനയായിരുന്നു. അതുപോലെ മണത്തല നേർച്ചയ്ക്ക് അതിലും കൂടുതൽ ആനയായിരുന്നു. അതുപോലെ കാഞ്ഞിരമറ്റത്ത് നേർച്ചയ്ക്ക് തൊട്ടടുത്ത് മുളവൂര് നേർച്ചയ്ക്കൊക്കെ ആന ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്രയധികം കൊലപാതകങ്ങൾ ആന നടത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് കാട്ടാനയും നാട്ടാനയും പൂരങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളിലാണെങ്കിലും ആനയുടേതായ വെറിളിയും ബഹളവും കൊലയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനേറെ കൊലപാതകങ്ങളുടെ, മനുഷ്യൻ മരിക്കുന്നതിൻ്റെ, മനുഷ്യനെ കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു കാലമായി നമ്മുടെ നാട്, നമ്മുടെ കാലം മാറുകയാണ്. അതൊക്കെ വന്യമൃഗങ്ങളാണ്, അല്ലെങ്കിൽ മൃഗഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. ഇതല്ല, മനുഷ്യൻ ഒന്നാന്തരം ബുദ്ധിയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരുപോലെ അക്രമത്തിന് വിധേയയാകുകയും അക്രമം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം നീങ്ങുന്നത്. വെഞ്ഞാറമൂട് നമ്മൾ കേട്ടില്ലേ? ആ സംഭവം കേട്ടപ്പോൾ മനസ്സൊന്ന് തരിക്കാത്ത, മനസ്സൊന്ന് ഞെട്ടാത്ത, മനസ്സിൽ ഒരു നിമിഷത്തേക്ക് സ്ട്രക്കായി പോകുമോ എന്ന് തോന്നാത്ത ആരുണ്ടിവിടെ? ഉണ്ടാകാം മനുഷ്യൻ്റെ. കാരണം മനുഷ്യൻ്റെ മൂല്യം നഷ്ടപ്പെട്ടല്ലോ. മാനുഷിക മൂല്യം ഇല്ലല്ലോ. മാനുഷിക മൂല്യം എന്ന് പറയുന്നത് ഇല്ല. മാനുഷിക പരിഗണനയില്ല. മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിഗണനയില്ലാത്ത വിധം മയക്കുമരുന്ന്, അല്ലാതെ വേറെ ഒരു ഭാഗമല്ല. മറ്റുള്ള വേദികളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ വളരെ ഉയർന്നിരിക്കുക. ചാരിറ്റി എത്രയോ കൂടുതലാണ്.
എത്രയോ വലിയ കാര്യം. ഇന്നെങ്ങാണ്ട് പത്രത്തിൽ കാണുന്നു 3 കോടി ഒരു ആവശ്യം വന്നിരുന്ന ഒരു ചികിത്സയ്ക്ക് 3 കോടി പിരിച്ച് ഏതോ ചാരിറ്റി കൊടുത്തു. ആ കൊടുത്തതിൻ്റെ ഫലമായിട്ട് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരനൊക്കെ ഒരു ഇന്നോവ ക്രിസ്റ്റ സംഭാവനയായിട്ട് നാട്ടുകാർ കൊടുത്തു. ആ പിരിച്ചെടുത്ത 3 കോടിയിൽ നിന്ന് 1 രൂപയും എടുക്കാതെ ഇന്നോവ വേറെ ആ പൈസ കൂടി നിന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നോവ ക്രിസ്റ്റ മേടിച്ച് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു. അത്രയധികം ചാരിറ്റി നടക്കുന്ന കാലമാണ്. എന്ത് സഹായം ആർക്ക് വേണം ഒക്കെ ചെയ്യാൻ ആളുകൾ സന്നദ്ധമാണ്. ഒരു യൂട്യൂബിലൂടെ പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വരികയാണ്. സൗദിയിൽ ജയിലിൽ കിടക്കുന്നവനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ബേബി ചമ്മണ്ണു അല്ല പലരും ആയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി നടന്നുകൊണ്ടിരിക്കുക, വീട് പണിത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പുത്തമ്പള്ളിയുടെ പള്ളിയിൽ അവിടെ വീട് എല്ലാ വർഷവും 5ഉം 4ഉം വീടുകൾ പണിത് കൊടുത്തുകൊണ്ടിരിക്കുക ഓരോ വർഷവും. ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ധാരാളം സ്ഥലങ്ങൾ, ധാരാളം ചാരിറ്റി പ്രവർത്തനം നടക്കുക. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം ചില മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന, മനുഷ്യനെ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് നാം കാണുന്നത്. റഅ്സുകുല്ലു ഫിത്ന എന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഅ്സു കുല്ലു ഫിത്ന എന്ന് പറഞ്ഞു. മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റഅ്സു കുല്ലു ഫിത്ന, എല്ലാ നാശത്തിൻ്റെയും തല, എല്ലാ നാശത്തിൻ്റെയും തുടക്കം, എല്ലാ ആപത്തിൻ്റെയും തുടക്കം, എല്ലാ ദുഷ്ടതയുടെയും തുടക്കം, എല്ലാ ക്രൂരതയുടെയും തുടക്കം, എല്ലാ വൃത്തികേടിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് മദ്യമാണ്, മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഒരു ആലോചന പോലും ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാതായിരിക്കുക. എന്താ ആലോചിക്കാൻ? ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. ഒരു 10,000 എത്രയോ ആയിരക്കണക്കിന് പ്രാസംഗികന്മാരുണ്ട് മുസ്ലിം സമുദായത്തിൽ. മനുഷ്യനെ വാഴ്ന്നു പറഞ്ഞു ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവരുടെ വേദി ആ നന്നാക്കലും മനുഷ്യനെ മാനുഷിക മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകർ ഇന്നില്ല. മറിച്ച് അവരൊക്കെ അവരുടേതായ സ്വന്തം കാര്യങ്ങളിലേക്കും സംഘടനാ കാര്യങ്ങളിലേക്കും സംഘടനയുടെ വലുപ്പവും പരസ്പരം വീഴ്പ്പലക്കലുമായി അവരൊക്കെ അധപ്പതിക്കും. അവരൊക്കെ മാറുമ്പോഴാണ് ഇവിടെ നടക്കുന്നത്. ഏത് സമുദായമായ എന്താ മനുഷ്യനല്ലേ? ആദ്യം നമ്മൾ അങ്ങനെയാണല്ലോ കാണേണ്ടത്, മനുഷ്യനെന്ന് കാണണം, എന്നിട്ടാ ബാക്കിയുള്ള കാര്യമൊക്കെ. മനുഷ്യൻ ഇപ്പോൾ എത്ര ക്രൂരമായ രീതിയിലാണ് ആ കൊലപാതകത്തിന് പറയുന്നത് കടമാണെന്നാണ്. ഒരു കാരണവശാലും ആ കടത്തിൻ്റെ പേരിലാണ് ആ കൊലപാതകമെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയുമെന്ന് എന്നെ സംബന്ധിച്ച് തോന്നുന്നില്ല. അതിൻ്റെ ഒക്കെ റഅ്സുകുല്ലു ഫിത്ന എന്ന് പറഞ്ഞല്ലോ, നാശത്തിൻ്റെ തല മയക്കുമരുന്നാണ്, മദ്യമാണ്. ആ ഇസ്ലാം നിരോധിച്ച സംഗതിയാണ് ഈ മദ്യപാനം. മദ്യവുമായിട്ട് അടുക്ക ഒരു കാര്യവും പാടില്ല എന്നോ. അള്ളാഹുവിൻ്റെ റസൂൽ ദീനി പ്രവർത്തന രംഗത്തും മദീനയിൽ വരുന്ന സമയത്ത് മദ്യപാനികളല്ലാത്ത ആരും തന്നെ രാജ്യത്തില്ലാത്ത കാലമാണ്. മനസ്സിലായോ? ആ സമയത്താണ് അള്ളാഹു ഖുർആനിലൂടെ 2-3 പ്രാവശ്യമായിട്ട് ഘട്ടമായിട്ട് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസർ, അങ്ങനെ കുറേ ഘട്ടമായി മദ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ആളുകളങ്ങ് മാറി. എന്നിട്ട് അവസാനം അതിനെക്കുറിച്ച് ഒരു ആയത്ത് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും മദ്യം എന്ന് പറഞ്ഞ സാധനം റിജ്സും മിൻ അമലി ശൈത്വാൻ, റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ സർവ മേഖലയിലും നിങ്ങൾ വിജയിക്കണമോ, എന്നാൽ മയക്കുമരുന്നിൽ നിന്ന് മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ഖുർആൻ. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം വരണോ, നിങ്ങൾ വിജയിക്കണോ, നിങ്ങൾ കൊള്ളാവുന്ന മനുഷ്യനായി മാറണോ, നിങ്ങൾ ഔന്നത്യമുള്ളവനായി മാറണോ, നിങ്ങൾ എല്ലാവരും ആദരിക്കപ്പെടുന്നവരായി മാറണോ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മയക്കുമരുന്നും മദ്യവും നിങ്ങൾ ഒഴിവാക്കണം എന്ന്. റിജ്സും മിൻ അമലി ശൈത്താൻ,
ശൈത്താൻ്റെ പണിയാണ് ഇതൊക്കെ എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയണത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ല പറഞ്ഞു ഇതൊക്കെ ശൈത്താൻ്റെ പണിയാണ്. ശൈത്താൻ്റെ പണിയായിട്ടാണല്ലോ പോയി നടക്കണതൊക്കെ. ശൈത്താൻ്റെ പണിയല്ലേ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പെറ്റ ഉമ്മാനെ ചിറ്റിക കൊണ്ട് 1500 രൂപയ്ക്ക് മറ്റേ മേടിച്ച 1-ാം നേരം കൂടം വെച്ച് കൊടുത്തു കവിളത്തേക്ക്. ആ കവിളത്തേക്ക് തലയിലേക്ക് അടിച്ചു. ആ ഉമ്മ അവൻ്റെ മുഖം ആ മുഖത്തോട് ചേർത്ത് വെച്ച് ആ കവിളിനോട് ചേർത്ത് വെച്ച് ആ ഉമ്മ എത്ര പ്രാവശ്യമാണ് അവന് ചുംബിച്ചത്. ആ ഉമ്മ എത്ര പ്രാവശ്യമാണ് അവനെ തലോലിച്ചത്. ആ ഉമ്മ അവനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ മാറിടത്തിൽ നിന്നുള്ള അമ്മിഞ്ഞ പാല് അവൻ എത്ര പ്രാവശ്യമാണ് നൽകിയത്. അവൻ കാട്ടിക്കുന്ന കാട്ടം അവരുടെ കയ്യിലും ശരീരത്തിലുമായും ഒരറപ്പ് കൂടാതെ അവർ അങ്ങനെ വളർത്തിയുണ്ടാക്കിയ സ്വന്തം ഉമ്മയെ മകൻ, പ്രായപൂർത്തി വന്ന മകൻ, വിവരമുള്ള മകൻ, വിദ്യാഭ്യാസമുള്ള മകൻ, ആ മകൻ ചിറ്റികയ്ക്ക് ആഞ്ഞ് അടിച്ച് കൊല്ലണമെങ്കിൽ അവൻ എവിടെ എത്തണം? ആദരവായ നബി പറഞ്ഞത് ഓർക്കണം. എല്ലാ നാശത്തിന്റെയും തല മദ്യപാന പരിചയമാണ്, മദ്യപാന ശീലമാണ്. മദ്യത്തെ തൊട്ട് നിങ്ങൾ ഒഴിവാവണം, മയക്കുമരുന്നിനെ തൊട്ട് ഒഴിവാവണം. എടോ എന്തൊരു പ്രഖ്യാപനമാണ് ഖുർആനിൽ ഈ ആയത്തിങ്ങനെ. അല്ലാഹു തആല മദ്യത്തെക്കുറിച്ച് 1-2 പറയുന്നതോടുകൂടെ മദ്യം വിലക്കിയിരിക്കുന്നു, ഹറാമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തോന്നുന്നു മദീനയിലെ ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാർ അവരുടെ കള്ളിന്റെ വീപ്പ മറിച്ച് കളഞ്ഞിട്ട് മദീനയിലെ ഓടയിലൂടെ മാസങ്ങളോളം ഒഴുകാൻ മാത്രം ഉണ്ടായിരുന്നു എന്നാ പറയുന്ന അത്ര വലിയ കള്ളു കച്ചവടക്കാരാ. ഇതാമിത്തു കതുഫിന്നി അരാജംബി കർമ്മതി, ഇതാമിത്തു കതുഫിൻ ഇലാമിത്തു കതുഫിൻ. ഒരു കവി പാടിയതാണ്. ഇതാമിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചിടണം. ഇതാവിത്തു കതുഫിന്നി അലാമ, ആ മരത്തിന്റെ ചുവട്ടിൽ നടക്കുന്ന മുന്തിരിവള്ളി, അതിൽ നിന്ന് വരുന്ന മരിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്നറിയാം. പക്ഷെ എന്നാൽ ഈ പോത്ത് പറയുകയാണ് ആ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ അടക്കണം. മദ്യത്തിനോടുള്ള ആസക്തി, മദ്യത്തിനോടുള്ള അതിയായ ആ ആഗ്രഹം കൊണ്ട് അയാൾ പാടുകയാണ്. അങ്ങനെ മദ്യമില്ലാതെ ജീവിതം അസാധ്യമെന്ന് കരുതിയിരുന്ന, മദ്യമില്ലാതെ ഉറങ്ങാൻ കഴിയില്ലാത്ത ആളുകൾ, ഏറ്റവും വലിയ മദ്യപാനിയായ ഉമർ, ഏറ്റവും വലിയ മദ്യപാനിയായ ആളുകൾ, അങ്ങനെയുള്ള മദ്യപാനികൾ, മദ്യവുമില്ലാതെ ഒരു ജീവിതമേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂല് ഇന്ന് ചില ക്രിസ്സംഖികളും ചില വിവരദോഷികളും മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ എവിടെ എത്തിച്ചെന്നറിയാമോ? മദ്യത്തിന്റെ സ്ഥാനം അന്നത്തെ റസൂലുള്ളാഹിയുടെ അനുചരന്മാരിൽ ക്ലോസറ്റിലേക്ക് വീഴുന്ന കാഷ്ടത്തിന്റെ സ്ഥാനമാണ് മദ്യത്തിന്. ക്ലോസറ്റിലേക്ക് വീഴുന്ന കാഷ്ടം ആരെങ്കിലും എടുത്ത് കഴിക്കുമോ? അത് കഴിക്കില്ലെങ്കിൽ അതേ സ്ഥാനം തന്നെയാണ് മദ്യത്തിന് എന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി അത് അംഗീകരിക്കാൻ സ്വഹാബത്ത് തയ്യാറായി. അതാണ് ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ആ സഹാബത്താണ് ലോകത്തിന്റെ എല്ലാ മേഖലയിലും വിജയം കൈവരിച്ചത് അവരാ. എന്തുകൊണ്ട്? അള്ളാന്റെ വാക്കിനെ പൂർണ്ണമായും അവർ അംഗീകരിച്ചു. ആ മദ്യവും മയക്കുമരുന്ന് തുറന്നു കൊടുക്കുകയല്ലേ. സ്കൂളുകളിൽ അടുത്ത് മുറുക്കാങ്കടകളുണ്ട്. സ്കൂളിന്റെ ഒക്കെ അടുത്ത് എല്ലാ മുറുക്കാങ്കടകളിലും രഹസ്യമായി മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ഒറ്റ കൊടുക്കൂല, ആരും വിളിച്ചു പറയൂല, ആരും പറയൂല. എല്ലാം ചില വീടുകളിലുണ്ട്, ചില ആളുകളിലുണ്ട്. മയക്കുമരുന്ന് സാർവത്രികമായ കച്ചവടമല്ലേ. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ എന്ത് ചെയ്യണം മൗലവി എന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ പരിഹാരം കാണാൻ എല്ലാവരും ഇസ്ലാം വരണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഖുർആൻ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. തൂർത്തടിക്കാൻ സൗകര്യം കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് ഇല്ലാതാകണം. ഇവിടെ സാമ്പത്തിക എന്ന് പറയുന്നത് ഒരു അമിത അതിപ്രസരമാണ് സമ്പത്തിന്റെ. ഇല്ലാത്തവർ കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം.
ഒരു 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 കൊള്ളാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ, ഒരു സിനിമാ നടൻ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം, സാധാരണ എ ക്ലാസ്സിലുള്ള നടനല്ല, എ ക്ലാസ്സിലുള്ളവരല്ല, ബി ക്ലാസ്സിലുള്ള, സി ക്ലാസ്സിലുള്ള നടന്മാർക്ക് പോലും 25-60 ലക്ഷം ഉദ്ഘാടനത്തിന് വേണം. ഒരു നടന്റെ വീട്ടിൽ 10, 50, 60, 100 നടന്മാർ നമുക്കുണ്ടെങ്കിൽ അവരുടെ ഓരോ വീടുകളിലും 5ഉം 10ഉം 100 കാറ്, 3 കോടി, 5 കോടി, 7 കോടി, 8 കോടി. ഇവരൊക്കെ വാങ്ങണ പൈസയോ ഒരു സിനിമയ്ക്ക് അഭിനയിക്കുന്നതിന് വാങ്ങുന്നത് 6 കോടി, 5 കോടി, 15 കോടി. ഇവിടെയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു സർക്കാർ ഉണ്ടാവണം ലോകത്ത്. ഇവിടുത്തെ ഈ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാകണം. മയക്കുമരുന്ന് നല്ല വിലയുള്ള സാധന, ഇത് വാങ്ങണമെങ്കിൽ കാശ് വേണം. ഇത് കാശില്ലാതെ വാങ്ങാൻ കിട്ടുകയില്ല. ഇത് കാശുള്ളവർക്കാ വാങ്ങാൻ കഴിയുക. കാശുള്ള കുട്ടികൾ, കാശുള്ള പിള്ളേർ വാങ്ങിയ കാശില്ലാത്ത പിള്ളേർക്ക് കൊടുത്ത് അവരെ നശിപ്പിക്കുന്നത്, അവരെ കൊണ്ട് കൊലപാതകളാക്കി മാറ്റുന്നത്. SSLC പരീക്ഷ നടക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു കൊച്ചിന്റെ, ഒരു രക്ഷകർത്താക്കളുടെ മാതാപിതാക്കൾ വളർത്തുന്ന, ഒരു രക്ഷകർത്താക്കൾ വളർത്തുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത്. അത് എഴുതാൻ വേണ്ടി ബെഞ്ചിലിരിക്കേണ്ടവനാ. സഹപാഠികളോട് ഒരുമിച്ച്, കൂട്ടുകാരോട് ഒരുമിച്ച് ഒരേ സ്കൂളിൽ, പരീക്ഷാ ഹാളിൽ SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടവനാ. ആ ഇരിക്കേണ്ടവനെ കബറിൽ കൊണ്ടുവച്ചു. ആര്? അതേ സ്കൂളിൽ, അവിടുത്തെ തന്നെ ഹൈസ്കൂൾ, അവിടുത്തെ കൂട്ടുകാരായ പിള്ളേർ, സഹപാഠികൾ തന്നെ അവരെ കബറിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴോ അവർക്ക് സുഖമായി പരീക്ഷ എഴുതാനുള്ള സൗകര്യം. അവർക്കൊരു നിയമ തടസ്സവും ഇല്ല, അവരുടെ പേരിലൊരു കുറ്റവുമില്ല, അവരുടെ പേരിലൊരു കുഴപ്പവുമില്ല. അവർ ചെയ്തത് 100% ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഈ കൊന്ന കുട്ടി SSLC പരീക്ഷ എഴുതിയില്ലെങ്കിലും, കൊല്ലപ്പെട്ട കുട്ടിക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും കൊന്നവർക്ക് എഴുതാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുക. രാജ്യത്തിന്റെ പോക്കെ 5 6 ആളെ കൊന്ന അഫാൻ 2 കൊല്ലമോ 5 കൊല്ലമോ എത്ര കഴിഞ്ഞൊരു ജയിലിൽ നിന്ന് അവനൊക്കെ ഇറങ്ങി വരാം. അവന് പരോൾ അനുവദിക്കും, അവൻ പരോളിൽ വരാം. അവൻ ഇന്നത്തെക്കാൾ സുമുഖനായിരിക്കും, അവൻ ഇന്നത്തെക്കാൾ കോമളനായിരിക്കും, ഇന്നത്തെക്കാൾ തുടുത്ത ആപ്പിൾ പോലെ അഴകുള്ള ഒരു ചെറുപ്പക്കാരനായി തന്നെ അവൻ ജയിലിൽ നിന്ന് പരോളിന് വരും. നിങ്ങൾ കണ്ടോ? അതാ ഇവിടുത്തെ നിയമം. ഉണ്ടാക്കുന്നവനൊക്കെ എന്തോരം സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. പാവപ്പെട്ടവൻ കഞ്ഞി കുടിക്കാതെ ഇവിടെ കിടക്കുന്നുണ്ട്, പാവപ്പെട്ടവനിവിടെ വിഷമിക്കുന്നുണ്ട്. അത് നോക്കുന്ന പ്രശ്നമേ ഇല്ല. കോടാനകോടി ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. കുഴപ്പമായി, കള്ളക്കടത്തായി, സ്വർണ്ണക്കടത്തായി, ഖുർആനിൽ കടത്തായി, മുസാഫിൽ കടത്തായി ഒക്കെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നവനക്ക്, ഇല്ലാത്തവനക്ക് ഒരു നിവൃത്തിയില്ല. ഇതൊക്കെ പിന്നിലാരാ? മയക്കുമരുന്ന്. ഇതിൻ്റെയൊക്കെ പിന്നിലാരാ? മദ്യം. ആദരവായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅസു കുല്ലു ഫിത്ന, എല്ലാ നാശത്തിന്റെയും ഉത്തരവാദി മയക്കുമരുന്നാണ്, മദ്യമാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയത്തിന്റെ മേഖലകളെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയണമോ? എല്ലാത്തിൽ നിന്നും ഒഴിവാകണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.